കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ വീണ്ടും ചികിത്സാ പിഴവ് പരാതി. പ്രസവ സമയത്ത് നവജാത ശിശുവിന്റെ കൈയൊടിഞ്ഞെന്നാണ് പരാതി. പോലീസിനും മെഡിക്കൽ സൂപ്രണ്ടിനും ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, സാധാരണയായിട്ട് ഇങ്ങനത്തെ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ കേരളം ഞെട്ടാറുണ്ട്. അസാധാരണമായിട്ടുള്ള ഒരു സംഭവം നടന്നിരിക്കുന്നു എന്ന രീതിയിൽ നമ്മുടെ കേരളത്തിൽ വാർത്തകൾ വരാറുണ്ട്, അന്തിച്ചർച്ചകൾ നടക്കാറുണ്ട്. പക്ഷെ എന്തോന്നറിയില്ല, അങ്ങനെ പറയാൻ പാടില്ല, വി.ഡി. സതീശൻ മേനോൻ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇപ്പൊ ഇതെല്ലാം ഒരു സാധാരണ വാർത്തയാണ്, ഒരു നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു വാർത്ത മാത്രമാണ്. ഒരു കുഞ്ഞിനെ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ആ കുഞ്ഞിന്റെ കൈ പൊട്ടിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ പുറത്തെടുക്കുന്ന രീതി ഒന്ന് സങ്കല്പിച്ച് നോക്കാൻ വേണ്ടി മാത്രം ഇവിടെ ഒരുപക്ഷെ വീഡിയോ കാണുന്ന പ്രസവിച്ച അമ്മമാരോട് ഞാൻ ചോദിക്കുന്നു, എങ്ങനെയായിരിക്കും നിങ്ങളുടെ കുഞ്ഞിനെ പുറത്തെടുത്തുണ്ടായിരിക്കുക? ഒരുപക്ഷെ അത് എടുക്കുന്നതൊക്കെ ഒരു അബോധാവസ്ഥയിലോ ഒരല്പം കോൺഷ്യസ് ആയിട്ടെങ്കിലും അറിയപ്പെടുന്നവരാണ് മിക്ക അമ്മമാരും എന്നുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. ഇത് കുഞ്ഞിനെ പുറത്തെടുത്ത് ആ ഒരു കുഞ്ഞിൻ്റെ കൈ പൊട്ടിപ്പോയിരിക്കുന്നു. അപ്പൊ എന്തൊരു ഭീകരമായിട്ടുള്ള, എന്തൊരു അലക്ഷ്യമായിട്ടുള്ള, എന്തൊരു അശ്രദ്ധയോട് കൂടിയിട്ടുള്ള വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ അവിടെയുള്ള ആ പ്രസവ ശുശ്രൂഷ കേന്ദ്രത്തിൽ എന്തൊരു അശ്രദ്ധയോട് കൂടിയിട്ടുള്ള എന്താ പറയുക പരിപാടികളാണ്, വർക്കാണ്, ജോലിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇനി അതൊക്കെ അവിടെ കിടക്കട്ടെ. കുഞ്ഞിൻ്റെ കൈ ഒടിഞ്ഞു, ആരും അറിയാതെ ആ കുഞ്ഞിൻ്റെ കൈ പ്ലാസ്റ്റർ കൊണ്ടു, സംഗതിയൊക്കെ അവിടെ കിടക്കട്ടെ. ഇതറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ യുവജന സംഘടനകളൊക്കെ മിണ്ടാതിരിക്കുന്നത്? എന്തുകൊണ്ട് ഡിവൈഎഫ്ഐ മിണ്ടാതിരിക്കുന്നതെന്ന് ഞാൻ ചുമ്മാ ആലോചിച്ച് നോക്കി. എനിക്ക് തോന്നിയ കാര്യം, ഒരു വലിയ മാറ്റം വേണമെന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ വോട്ട് ചെയ്തതല്ലേ, അപ്പൊ പിന്നെ കുറച്ച് അനുസരിക്കട്ടെ, കുറച്ചങ്ങോട്ട് അനുഭവിക്കട്ടെ എന്ന് കരുതിയിട്ടാണോ ഈ യുവജന സംഘടനകളായിട്ടുള്ള ഡിവൈഎഫ്ഐ ഒക്കെ മിണ്ടാതിരിക്കുന്നത്? അതോ ഇതിനെ പറ്റിയിട്ട് ആരും അറിഞ്ഞില്ലേ? ഇനി വേണ്ട, മറ്റവന്മാരുണ്ടല്ലോ, KSUക്കാരും മറ്റുള്ള കുറെ ആൾക്കാരൊക്കെ, യൂത്ത് ലീഗും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഒക്കെ സംഘടനകൾ, അവരും മിണ്ടുന്നില്ല. അവർ സ്വാഭാവികമായിട്ടും ഇനി മിണ്ടില്ല. കോൺഗ്രസ്സുകാർ മിണ്ടാതിരിക്കുന്ന പോട്ടെ, ലീഗുകാർ ഇനി മിണ്ടേയില്ല. കാരണം അവരൊരിക്കൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ സമരം ചെയ്തിരുന്നത്, അതിൻ്റെയൊക്കെ എന്താ പറയുക നേരെ വിപരീതം ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. എന്തായാലും സുഹൃത്തുക്കളെ, നമ്മുടെ ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് ഈ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ കയറിയിട്ട് ഒരു മാസമാവുന്നേ ഉള്ളൂ. ഈ ഒരു മാസത്തിനിടയ്ക്ക് എന്തോരം ചികിത്സാ പിഴവുകളാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ 10 വർഷത്തെ പിണറായി വിജയന്റെ ആ ഒരു ഭരണ കാലഘട്ടത്തില് ചികിത്സാ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് വിരലെണ്ണാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ വിരലെണ്ണലും പോയിട്ട് 10ഉം 15ഉം ചികിത്സാ പിഴവിലേക്ക് ഒരു മാസം കൊണ്ട് നമ്മുടെ കേരളത്തിലെ പൊതുജന ആരോഗ്യ ശൃംഖലയിലെ സംഗതികൾ മാറിയിട്ടുണ്ട് എങ്കിൽ ഇതിന്റെ പുറകിൽ എന്താണ്? ഇത് മനഃപൂർവ്വം നടക്കുന്നതാണോ? ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലേക്ക് പോകാൻ പറ്റാത്ത ഇടമാണെന്ന് വരുത്തി തീർക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. മോളെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ആദ്യം തല വന്നെങ്കിൽ പിന്നീട് വലിക്കുന്ന സമയത്ത് കുട്ടിയുടെ ഷോൾഡർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടീനെ പുറത്തേക്ക് എടുക്കുന്നത്. ഉച്ചയ്ക്ക് നടന്ന പ്രസവത്തിന് ശേഷം പിന്നീട് അത്രയും സമയം കുട്ടിക്ക് അതിൻ്റെതായ ട്രീറ്റ്മെന്റോ ചെക്കപ്പോ കാര്യങ്ങളൊന്നും നടത്തിയില്ല. കുഞ്ഞു കിടന്ന് പെടയുക ചെയ്തത്. കുഞ്ഞു കയ്യും കാലിട്ട് അടിക്കുന്ന സമയത്ത് ആ കയ്യിന്റെ മുകളിലാണ് തട്ടുന്നത്. അത്രയും വേദന സഹിക്കാൻ കഴിയാതെയാണ് കുഞ്ഞു കിടന്ന് കരഞ്ഞത്. അന്ന് വൈകിട്ടാണ്. ആലോചിച്ച് അപ്പോൾ അത് അവര് ശ്രദ്ധിച്ചിട്ടേ ഇല്ലെന്നർത്ഥം. അങ്ങനെ പിടിച്ച് വലിച്ചെടുക്കുമ്പോഴൊന്നും ആ കുഞ്ഞിന്റെ ഷോൾഡറിന് ക്ഷതം പറ്റിയിട്ടുണ്ടായിരിക്കാമെന്ന് പറയുന്ന ഒരു സാമാന്യ ബോധം പോലും അവർക്കില്ലെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറയാം. ഹൈലി പേഴ്സണലായിട്ട് അനുഭവമാണ്. എൻ്റെ പാർട്ട്ണർക്ക് സംഭവിച്ച അനുഭവമാണ്. ഇതേപോലെ പ്രസവമായിട്ട് അവിടെ ചെന്ന സമയത്ത് അവിടെ ചില ആൾക്കാരെ പെരുമാറ്റമാട്ടോ, ഡോക്ടേഴ്സൊക്കെ, പൊന്നാനി ഒരു അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലിനെ കുറിച്ചാണ് പറയുന്നത്. അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ അടിപൊളിയാണ്. ഒരു തരത്തിൽ നമുക്ക് അവർ കുറ്റം പറയാനില്ല, ഒരു പോയിന്റ് പോലും കുറ്റം പറയാനില്ല. ഒരു തരത്തിൽ അവരുടെ ജീവൻ രക്ഷിച്ച പോലും അവിടുത്തെ ഡോക്ടേഴ്സാണ്. സംഗീതത്തോടെ കിടക്കട്ടെ. എന്നാൽ അതിന് മുമ്പായിട്ട് ഈ പ്രസവത്തിൽ നിൽക്കുന്ന, അവിടെ പ്രസവിക്കാൻ വേണ്ടി നിൽക്കുന്ന ഈ പെൺകുട്ടികൾ ഇതെന്തോ 10ഉം 15ഉം പ്രസവിച്ചു കഴിഞ്ഞിട്ട് 16ാമത്തെ പ്രസവത്തിനൊക്കെ വന്നിരിക്കുകയാണ് എന്ന രീതിയിലാണ് അവിടുത്തെ നേഴ്സുമാർ ഇടപെടുന്നത്. അതും പോരാഞ്ഞ് ചില ആളുകളൊക്കെ ചോദിക്കുന്ന ചോദ്യം, എന്തിനാണ് ഈ പണിക്ക് നിന്നത് എന്നുള്ള രീതിയിലാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ, എന്തിനാണ് ഈ പണിക്ക് നിന്നത്? ഇങ്ങനെ വേദന അനുഭവിക്കാനൊക്കെ അറിയില്ലേ? ഇതൊക്കെ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പണിക്ക് നിന്നത് എന്ന രീതിയിൽ. ഇനി
നമ്മുടെ ഈ കുഞ്ഞ് പുറത്തു വരുന്ന തൊട്ട് മുമ്പായിട്ട് അതിനുള്ളിൽ ഓവുലേഷൻ ഒരു വാട്ടർ പോകുന്ന സംഭവമുണ്ട്. ഈ സമയത്തൊന്നും വേണ്ട രീതിയിൽ അവരെ കെയർ ചെയ്യാനോ അവരെ കൊണ്ടുപോകാനോ മിക്കവാറും ഒരൊറ്റ ആളെ മാത്രമാണ് അവിടെ നിർത്തുക. ഒരു 2 പേരുണ്ടെങ്കിലാണ് സ്വല്പമൊക്കെ വൃത്തിയായിട്ട് അവരെ സംരക്ഷിക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ അവിടെ നിൽക്കുന്ന ഈ നേഴ്സുമാരെന്ന് പറയുന്ന വിഭാഗം ആളുകളുണ്ടല്ലോ, ഒരംശം പോലും ഒരു പോയിന്റ് പോലും മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ആൾക്കാരെന്നാണ് എനിക്ക് എൻ്റെ പാർട്ട്ണറിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് അവിടെ മാത്രമല്ല, അമ്മയും കുഞ്ഞും ഹോസ്പിറ്റൽ പൊന്നാനിലത്തെ അവസ്ഥ ഇതാണ് എങ്കിൽ ഇതിനെതിരൊക്കെ ഞാൻ അവിടെ തന്നെ സൂപ്രണ്ടിനുള്ള ഒരു പരാതിയൊക്കെ ഇങ്ങനെ നീണ്ട് അവരെ പരാതി ബോക്സിൽ എഴുതിയിട്ടിരുന്നു. റിട്ടേൺ കംപ്ലൈൻ്റ് ഒന്നും ഞാൻ പോയില്ല, അത് വേറെ കാര്യം. എന്തൊക്കെയായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് നമ്മൾ നോക്കുന്ന സമയത്ത് ഒട്ടുമിക്ക ഇത്തരം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും അവരുടെ നഴ്സുമാരുടെ പരിചരണം എന്ന് പറയുന്നത് ഇതേ രീതിയിലാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ പരിചരണം നടക്കുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ കെയർ ആവശ്യമുള്ള ആ ഒരു സമയത്ത് സ്നേഹത്തോടു കൂടിയുള്ള തലോടലും സംസാരവും ആവശ്യമുള്ള സമയത്ത് എന്തിനായി പണിക്ക് നിന്നുള്ള മറ്റുള്ള തെറി വർത്തമാനങ്ങൾ കേൾക്കണ്ട എന്ന് വിചാരിച്ച് പല ആളുകളും ഒരുപക്ഷെ ഫ്രീ ആയിട്ട് വലിയ ചിലവൊന്നുമില്ലാതെ നടത്തി കിട്ടാവുന്ന ഈ പ്രസവം എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തെ, ഈ പ്രോസസ്സിനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അവിടെയാണെങ്കിൽ പാക്കേജുകളാണ്. ഒരു ഡോക്ടർ ഒപ്പം നിൽക്കണമെങ്കിൽ 1.5 ലക്ഷം രൂപ, ഒരു ഡോക്ടർ 2 നേഴ്സും 3 നേഴ്സും വേണമെങ്കിൽ അത് 2, 3, 4 ലക്ഷം രൂപ എന്ന രീതിയിലെ പാക്കേജിലേക്ക് മാറുകയും ചെയ്യും. സാധാരണക്കാർക്ക് 1% പോലും ഇത് അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് ഈ പറയുന്ന ആളുകളുടെ കാട്ടുതുപ്പും കേട്ടിട്ട് അവിടെ പ്രസവിക്കേണ്ടി വരുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. ഇതൊക്കെ ഒരുപക്ഷെ അവിടെ പ്രസവം കഴിഞ്ഞ് വരുന്ന മിക്ക ആളുകളോടും ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കണം കേട്ടോ, ചോദിക്കാതിരുന്നുകൊണ്ട് വലിയ കാര്യമില്ല. ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരങ്ങളാണ്. ഞാൻ ചോദിക്കുന്നത് ഈ ഒരു പ്രശ്നം വലുതാകുന്നുണ്ടോ എന്നാണ്. അതായത് മറ്റു ഹോസ്പിറ്റലുകളിൽ പോലും ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റ രീതിയും ഇവിടെ പ്രസവിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ചികിത്സ നേടുന്നത്, സർക്കാർ ഹോസ്പിറ്റൽ ചികിത്സ നേടുന്നത് നമ്മുടെ ജീവന് അപകടത്തിലാകാൻ പോകുന്ന തരത്തിലൊരു സംഭവമാണ് എന്ന തോന്നലുണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് ആളുകൾ മാറുകയും ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ പുറത്തായിട്ടുള്ള പരിപാടികളാണോ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. ബൈ. സംശയത്തിന് കാരണമുണ്ടോ? ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് പോയി കാണണേ.